ഹലോ ഗൈസ്. അപ്പോ ഇന്ന് തിരുവോണ ദിനമാണ്. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ നമ്മ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അപ്പൊ വന്നേക്കാണ് ഇവിടെ മാമംഗലത്തുള്ള വെസ്ലീസ് റെസ്റ്റോ കഫേ. അങ്ങനെ ഞാൻ ഇവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കണേണ്. അപ്പൊ നമുക്ക് അകത്തേക്കല്ല, കൂടുതൽ കാലത്ത് പറഞ്ഞാൽ നമുക്ക് ചളവും കൂടെ നോക്കണല്ലോ. നമ്മുടെ കഫേ വരുന്നത് മാമംഗലം, നമ്മുടെ മെട്രോ പില്ലർ നമ്പർ എത്രയാണ്, 482. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വെസ്ലീസ് റെസ്റ്റോ കഫേയിലാണ് നമ്മ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വന്നേക്കുന്നത്. നമ്മുടെ എല്ലാരും എത്തിയിരുന്നില്ല, കുറച്ചുപേരൊക്കെ എത്തിയിട്ടുള്ളൂ. സമയം 9:30. എല്ലാരും എത്തിക്കൊണ്ടിരിക്കണുള്ളൂ. അപ്പൊ നമുക്ക് അകത്തേക്ക് അറിയാം, അവിടെ പൂക്കളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നോക്കാം. ആഹാ, വിഷയമായിട്ടൊക്കെയാണ് ഓണം പൂക്കളൊക്കെ ഇടുന്നത്. എന്താ നീ ചോദിച്ചത്? ഞാൻ വരാന്ന് വിചാരിച്ചു. അമ്പേ വെസ്ലീസിനൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. മൂട് പറ, നിന്നെ പരിചയപ്പെടുത്ത്. പേര് പറ. ജിജോ. യാജു, നീ പരിചയപ്പെടുത്ത്, പേര് പറ. ആരപ്പോ ഓണപ്പൂക്കായിട്ടുണ്ടാണ്. ആരും എത്തിയിട്ടൊന്നുമില്ല. ബാക്കിലാരുണ്ടടാ? ആരുമില്ല. എല്ലാരും ഇവിടെ പൂക്കളും കായലൊക്കെ ഇട്ട് വെറുതെ അടിപൊളിയാക്കണം. ഇന്ന് എന്താ പ്രത്യേകിച്ച് പരിപാടിയൊക്കെ എന്തൊക്കെ കിട്ടണം? എന്തൊക്കെ പരിപാടി പ്ലാൻ ചെയ്തേക്കണം? കസേര കളി, പിന്നെ സ്പൂണ് സുന്ദരിക്ക് വിട്ടിടലുണ്ടോ? ആരാണ് സുന്ദരി? ആരാണ് അതുകൊണ്ട് ലാസ്റ്റ് ഒരു സദ്യ അല്ലേ? നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. കഴിഞ്ഞ പൂക്കൾ ഇട്ടേനോ? ഇങ്ങനെ ഒരു പൂക്കളം ഇട്ട് കഴിഞ്ഞ് ഇനിയിപ്പോ അതേ ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങും. അപ്പൊ അതേ ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങി. നമ്മുടെ പൂക്കളത്തിന്റെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞ്. ജിജോയും ഇയാജും കൂടിയാണ് ഇതിന്റെ. പിന്നെ ഒരാളും കൂടി ഇല്ല, നമ്മുടെ സുബിതയും കൂടി ഉണ്ട് ഇതിന് ഇനിഷ്യേറ്റീവ് ആയിട്ട് എടുത്തേക്കണത്. ടച്ചപ്പ് ചെയ്യാൻ പോയേക്കണെന്നാണ് പറയണത് സുബിത. പിന്നെ നമ്മുടെ നൈസ് ബ്രോ എത്തിയിട്ടുണ്ട്. ഹാപ്പി ഓണം പറ, ഹാപ്പി ഓണം പറ. എവിടെ ഹാപ്പി ഓണം പറ? ഇത് നൈസ് ബ്രോന്റെ കുട്ടിയാണ്. എടാ പറടാ. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ കുറച്ചുകൂടി എത്താനുണ്ട്. എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. വലിയ കാര്യമായിട്ട് പറയുന്നത് ചെറിയ രീതിയിലുള്ള ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുള്ളൂ. പിന്നെ 2 മണിക്ക് നമുക്ക് സ്റ്റോർ ഓപ്പൺ ചെയ്യാനുള്ളതാണ്. അപ്പൊ അതുവരെയുള്ള ഒരു സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഇരിക്കും. എന്തായാലും കൊള്ളാം. എടാ, ഇതിന്റെ പണി എത്ര മണിക്ക് തുടങ്ങിയാണ്? 7:30 തുടങ്ങിയാണ്. നിങ്ങൾ 7:00 ഓഹോ. നൈസ് ബ്രോ. വെറുതെ കസവിന്റെ ഷർട്ടും ഇട്ട് പൊളിയാറുണ്ട്. വെച്ച് നൈസായിട്ട്. അപ്പൊ നമുക്ക് നിങ്ങളുടെ ഫോട്ടോ എടുക്കാം. കമോൺ. എവിടെ നോക്കട്ടെ? വെറുതെ മമ്മൂട്ടിയായിട്ടുണ്ട്. ആരാണ്? ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കണാണ്. അടുത്ത ആളെത്തി. ഇതൊരു ഷെഫാണ്, ശ്യാം. നിലവിലുള്ളവരെ വെച്ച് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോണേണ്. എന്താ ചെല്ല് ഗുഡ് ഫോട്ടോ. പക്ഷേ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. വേറെ ആരുമില്ലേ? നോവിൻ ഷെഫ് ഒന്നും വരില്ലേ? നിങ്ങളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ. ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ. ഉള്ളവരെ വെച്ച് നമുക്ക് ഇപ്പൊ പറഞ്ഞു എടുക്കാം. അതുകൊണ്ട് അവര് വരുമ്പോ ഒന്നും കൂടി എടുക്കാം. ഓക്കെ, റെഡിയായിക്കോ. സുബിത എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവര് 3 പേരും സെയിം കളർ കോമ്പോ. ഇവരുടെ കളർ കോമ്പോ ശ്രദ്ധിച്ചായിരുന്നാ? ബ്ലൂ കളർ നൈസാറുണ്ടല്ലേ? അവര് 3 പേരും ഒരുമിച്ച് അടിപൊളിയായിരുന്നുണ്ട്. ഗെയിംസിന്റെ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം. ഒന്നും വന്നില്ലല്ലോ. ആരാണ്? വിഭീഷൺ. നമ്മുടെ മറ്റേ ഇവനാ ദിഗിലേ. സുജിൽ വരില്ലേ? നാട്ടിൽ പോയാ?
ആഹാ മയിൽപ്പീലി വിഷയോട്ടുണ്ട്. തിരിഞ്ഞേ നെഞ്ചടിച്ച് നെഞ്ചും കൂടി അടിസി കൊള്ളാട്ടോ, നല്ല അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഓ പൊള്ളി പൊള്ളി. ഇത് വലിയ വിലയൊന്നും ഇല്ലടാ. ആ മനസ്സിലായി. എത്ര ഉണ്ട്? ബ്രോഡ്വേ എത്ര? അതറിയത്തില്ല. അതെന്താ പറയാത്ത? അത്ര ഉണ്ടോ? അത്ര ഉണ്ടോ? 200 രൂപ സാധനം വെക്കും. അതേ വീഡിയോയില് പറഞ്ഞ 1900. ആ പക്ഷെ സാധനം അടിപൊളിയാറുണ്ട്. മതിയിൽ ഓണത്തിന് ഇടാൻ വേണ്ടി നമ്മ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യുള്ളത്. സാധനം നിക്ക് ഇവര് 3 സർവീസിലൊക്കെ വരാണ്. അതിന് ഇവര് ഒരുമിച്ച് ഒരേ കളർ കോമ്പോ അടിച്ച് നിക്ക് ഫോട്ടോ എടുക്ക. ഇരിക്കി കിട്ടണ്ടടാ. കിട്ടണ്ട്. അടുത്ത ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഒരു ഫാമിലി ആയിട്ട് എത്തിയേക്കണത്. കമോൺ, ഒരു ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. അപ്പൊ കുറച്ചധികം പേര്. ഇനി ഷെഫും ഇനി ആരൊക്കെ എത്താണ്ട്? നൈഫുർ ഇനി ആരൊക്കെ എത്താണ്ട്? ഇനി ഷെഫും കൂടി വന്നേനാ സെറ്റാണ്. ആഹാ പറ ഓണായിട്ട് എന്താ പറ? ഓണാഘോഷങ്ങൾ, ഓണാശംസകൾ. ആ സാധനം ബ്രോന്റെ പേരെന്താണ്? ജോസ്. ഗിറ്റാർ നമ്മുടെ ഗാനമേളക്കിട്ട് പൊളിക്കൂന്നാ പറഞ്ഞേ. അപ്പൊ ഇത്രയും പേരാണ് വന്നേക്കണത്. ഉള്ളത് വെച്ച് നമുക്ക് അടിച്ചു പൊളിക്കാം. എന്താ ഇത് പറ. അപ്പൊ ഉള്ളവരെ വെച്ചിട്ട് നമുക്ക് പൊളിക്കാം. ഷെഫ് എത്തൂല. അപ്പൊ ആരാണ് ഒരു ഫസ്റ്റ് ഒരു പാട്ട് പാടി തുടങ്ങി? ഇവനെന്താണ് ഒരു പാട്ടില് തുടങ്ങാൻ പോണേട്ടാ. പാട്ടിൽ ഇത് നോക്കിയേ, നമ്മ പാട്ടില് തുടങ്ങാൻ പോണ്. ഓക്കെ ഇവിടെ ഇരുന്നോ. ഇവിടെ കാസറ്റ് കൊടുക്ക്. അവിടെ ഇരിക്കി. ആ പൂക്കളത്തിന്റെ അടുത്തിരിക്കി. കുഴപ്പമില്ല, ചെല്ല്. നൈസായിരിക്കും. കൂടെ നമ്മളൊക്കെ ഉണ്ട്, പേടിക്കണ്ട. തുടങ്ങാൻ തുടങ്ങിക്കോ. അപ്പൊ ആദ്യം തന്നെ ഹാപ്പി ഓണം. ആ അർപ്പടി ആർപ്പിട്. ഇല്ലടാ ഇല്ല. ഓക്കെ, ഇനി തുടങ്ങിക്കോളൂ. എല്ലാരും ഒരുമിച്ചിരുന്നതിന് അടിപൊളിയായിരിക്കും. എന്റെ പാട്ട് തുടങ്ങാം. റെഡിയല്ലേ? ഏത് പാട്ടാണ് പറഞ്ഞോ? ചൂസ് ചെയ്തോ. ഒരു പാട്ട് ചൂസ് ചെയ്. അല്ല ഇല്ല, അവൻ വായിക്കും. പക്ഷെ പാടാൻ ഏതാ പാട്ട്? തുടങ്ങിക്കോ.
തുഴന്നീലേ വെള്ളം മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് പൊലിപ്പൂവേ പൊലിപ്പൂവേ ഓക്കെ നിനക്ക് അല്ല അല്ല നിനക്ക് അറിയാവുന്നൊരു പാട്ട് നിനക്ക് പറ്റുന്ന ആ പാട്ടങ്ങ് നീ പാട് പൊളിക്കങ്ങട്ട് അത്രേ ഉള്ളൂ ട്യൂൺജനെ അന്ന് നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരെയൊരാൾ മരച്ചോട്ടിലിരുന്ന് മാരിവിൽ ഗോപുര മാളിക തീർത്തു അതിൽ നാം ഒന്നായി ആടിപ്പാടി അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്ന് നമ്മൾ പോയി രാവിൻ നിലാവിൽ ചിങ്കാരക്കിന്നാരം ചിരിച്ച് കൊഞ്ചുന്ന മണിക്കൂറുന്നേവാല്ലേ നാനം അതേത് പാട്ടായിരുന്നു അച്ചിങ്ങയോടത്ത് പിച്ച നടന്നു ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് അന്മലക്കാവിൽ പൂരം കാണാൻ അന്ന് നമ്മൾ പോയി രാവിൻ നിലാവിൽ ദൂരെ ഒരാൾ മരച്ചോട്ടിലിരുന്ന് മാരിവിൽ ഗോപുര മാളിക തീർത്തു അതിൽ നാം ഒന്നായി ആടിപ്പാടി അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്ന് നമ്മൾ പോയി രാവിൻ നിലാവിൽ മറ്റേ സാധനമല്ല മറ്റേ അമ്മുമ്മ എന്നൊക്കെ പറഞ്ഞൊരു ഭക്ഷണം അത് നിനക്ക് 4 പാട്ടല്ലേ ഞാൻ തന്നത് പച്ചക്കറിക്കാന പാടില്ലേ പാടി മന്ദാരച്ചെപ്പ് പാടിയായിരുന്ന പാടില്ല ഓക്കെ അപ്പൊ അടുത്ത മന്ദാരച്ചെപ്പ് വാർമതിയേ പൊന്നും തേനും വയമ്പുമുണ്ടു ഭയങ്കര സ്ലോ ആയി പോയാ പാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ കയ്യിൽ വാമതി
പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ചിറകുള്ള മരത്തിൽ പോയുള്ള വായായി പക്ഷിക്കൂട്ടം വന്നു കാണുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പുഴ നീതി കുറിച്ചുമ്പോൾ കണ്ടു മരനിര കണ്ടു താഴ്വര മാനം കണ്ടേ ചോര കണ്ടേ നിഴൽ കണ്ടേ കായ്കളും ഒരു പാട്ടോട് മൈൻഡ് ആണല്ല മിഠായരാ പാടും മൈൻഡ് ആണല്ല. അതായിരിക്കും നല്ലത്. നീ പാടിക്കോ. നീ നിനക്ക് ഒരു അറിയാവുന്ന സാധനം കീച്ച്. അതെ. അയ്യോ വയ്യേ ആ എവിടെ കയറിന്റെ മടയിലേക്കാണ്. പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവുന്നു കുറച്ചുകൂടെ അല്ലേ? അതെ നമ്മ പ്ലാൻഡ് അല്ലായിരുന്നു. പ്ലാൻഡ് പ്ലാൻഡ് കാര്യങ്ങൾ നടക്കൂല. ഏത് പാട്ടത്? പാട്ടേതാ? ഏത് പാട്ടാ? ആ ലിറിക്സ് അറിയില്ല നമുക്ക്. ലാലാലയം തന്നെ അല്ലേ? ഒന്ന് ചിരിക്കോ? ചിരിക്കോ? ചിരിക്കി 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 ചിരിക്കി. ഫോട്ടോ എടുത്തൊരു അങ്കിള്. വാ ഞാൻ എടുത്തരാം. ഫോട്ടോ എടുത്തരാം. വാ വാ. എല്ലാരുടേതും എൻ മകനെ ഓനെ ചിരിച്ചേ. നാണം വന്നു. നാണം വന്നു. വാ നമുക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. കാട്ടലുവങ്ങൾ പല കാലം പല ദൈവങ്ങൾ ഉലയാളികൾ നമ്മളൊപ്പം കരകിച്ചു പറിക്കുന്നിവിടം ഭൂലോകം തിരുമകനെ കലകിച്ചു മരിക്കുന്നിവിടം തിരുലോകം തിരുമകനെ. എന്താ പാടാത്ത? ക്യാമറ തിരിച്ചപ്പോ പാടച്ചളഞ്ഞ സംഗതി നല്ലതൊക്കെ. ഉള്ളീന്ന് നിർത്തി. ഉള്ളീന്ന് നിർത്തി. ആ സുബിതന്റെ പാട്ട്. സുബിത ആ അപ്പൊ കലാശക്കൊട്ട് അവ കൊടുക്കാം. കലാശക്കൊട്ട് സുബിത കൊടുക്കാം. ആ ആ വാ. ഇപ്പൊ സുഹൃത്തുക്കളെ ഇവര് പോവുകയാണ്. ഇവർക്ക് വേറെന്തോ പരിപാടിയും കാര്യങ്ങളുണ്ട്. എന്താണ് ഫോണില്ല അങ്ങനെയൊക്കെ ആയാ? എനിക്കൊരു ധൃതിയില്ല. എനിക്കൊരു എപ്പ എനിക്ക് അവിടെ എന്തോ പായസമാണോ? രാജാവും റാണിയുമാകാം. അതിന്റെ സെൽഫി എടുക്കണം.
വെണ്ണില ചന്ദ്രകിണ്ണം കുഞ്ഞമടക്കായലി മീനെ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ കഴിഞ്ഞ് കിഴിക്കൂടും നേരം മഞ്ഞാടി കൊന്നിലേരാ Okay, come. ബർത്ത്ഡേ ബുധനാഴ്ചയാണ്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ചെയ്യിക്കണ്ട. വാ കേക്ക് കുറിക്കാം. എടാ ടേബിളിൽ സെറ്റ് ചെയ്യടാ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ഹാപ്പി ബർത്ത്ഡേ കേക്ക് കട്ടിങ് കൂടി വന്നിട്ടുണ്ട്. വെച്ചോ. വാ നീ നിക്ക് ചെല്ല്. നിക്ക് ആ ചെയർ മാറ്റോ. അപ്പൊ ഒരു കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഹെയ്സലിന്റെ ബർത്ത്ഡേ ആണ് ബുധനാഴ്ച. അപ്പൊ ഇന്ന് നമ്മ എല്ലാവരും കൂടിയപ്പോ അഡ്വാൻസ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യാണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മ പാടുന്നല്ലേ മൂട്. ഓക്കെ ആ കൂടെ പാടും ചെയ്. ഓക്കെ നിക്ക് പാട്ടിട്ടേ ഇട്ടാ. അത് ഞാൻ പറ പാടാന്ന് അല്ല. വെക്കോ ഇന്നെങ്ങാനും വെക്കോ പാട്ട്. അതിന്റെ ഓർഡർ എടുക്കണോ? റെഡി. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹേസൽ. ഇച്ചിരി മാറിയല്ലേ? ഇല്ല ചോക്ലേറ്റ് കണ്ടാ വാങ്ങി കൊടുക്കുന്ന അവൻ കഴിച്ചോളൂ. എവിടെ നീയോടെ പോയാണ്? വാ വാ. അമ്മയ്ക്ക് കൊടുത്തേ, അമ്മയ്ക്ക് അപ്പയ്ക്ക് കൊടുത്തേ. ആ ഇന്റെ ഇടയിൽ ഓണത്തിന്റെ അടക്കം പൂട്ട് വെച്ചോളൂ. അവന്ന് കഴിക്കാതെന്നാണ് കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ഹെയ്സൽ. ഇങ്ങോട്ട് എല്ലാരും പ്രദീപിന്റെ പ്രദീപ് ഇവിടെ ഉണ്ട് കൂടി. ഇന്ന് നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോണേ. അപ്പൊ ഈ ഓണത്തിന് എന്താണ് പറയാനുള്ള മെസ്സേജ്? എല്ലാ ഓണം പോലെ സന്തോഷമായിട്ട് എല്ലാവരും ഈ വർഷവും പോട്ടെ, എല്ലാ വർഷവും പോട്ടെ. എന്താ പറയാനുള്ള ഹാപ്പി ആണോ ഹെയ്സൽ? ഹാപ്പി ആണോ? ആ എനിക്ക് ഹാപ്പി ഓണം. എനിക്ക് ആകെ
ഹാപ്പി ഓണം. ഫൈനലി നമ്മുടെ സദ്യ എത്തിയിട്ടുണ്ട്. വാഴയിലെത്തി. അടുത്ത സാധനം പോരട്ടെ. അങ്ങനെ നമ്മുടെ ആഘോഷ പരിപാടികളൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി. വലിയ കാട് നമ്മൾ ആഘോഷിച്ചൊന്നുമില്ല. ചെറിയ രീതിയിൽ നമ്മുടെ രീതിയിലുള്ള ചെറിയൊരു അടിച്ചുപൊളി അല്ലേ അല്ലെ, ചെറിയൊരു ഓണം. കാരണം നമുക്ക് അറിയാലോ എല്ലായിടത്തും നമുക്ക് ഭയങ്കര ഇതായിരുന്നു ആഘോഷിക്കാൻ പറ്റിയ സമയമല്ല. പക്ഷെ എങ്കിലും അതെ കുറച്ച് പേര് പോയി. ഇപ്പൊ നമ്മ ഉള്ളത് വെച്ച് ചെറിയൊരു പാട്ടും പടക്കായിട്ട് സെറ്റ് ചെയ്ത് അല്ലേ. അങ്ങനെ ഇപ്പൊ വാഴയില സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സദ്യ എത്തി. നമ്മളെ കറികളും സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ എടുത്ത് പാത്രങ്ങളിലൊക്കെ ആക്കി എല്ലാരും കഴിക്കും. ഇവിടെ എന്താണ് സുബിതക്ക് എന്താണ് പറയൂ. യാജു എന്തെങ്കിലും പറയൂ. ആരാണ്? ഇവനെ ആസാമാണ് കേട്ടോ. അതാണ് അവന്റെ മലയാളം ഒരു രസം കേൾക്കാൻ. അവനിവിടെ എനിക്ക് തോന്നുന്നു. എടാ നീ എത്ര വർഷം ഇട്ടിട്ടുണ്ട് യാജു? 8 വർഷം. 8 വർഷമായിട്ട് ഈ വെസ്ലീസില് തുടങ്ങിയപ്പോ തൊട്ടുണ്ട്. പൊള്ളി 8 വർഷം. അവന് മലയാളം നന്നായിട്ട് പറയുന്നുണ്ട്. ജിജോ എന്താണ് പവറല്ലേ? റോഡ് പവർ പിന്നെ അല്ല സുബിത പവറല്ലേ? ഓ നശിപ്പിച്ച് മച്ചാൻ ഇവിടെ കറങ്ങി നടക്കാണ്. എഡ്വേർഡ് എന്നല്ലേ? ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം പറ ബേബി. പറ കമോൺ. ഹാപ്പി ഓണം എന്ന് പറ. അങ്ങനെ നമ്മുടെ ഇല വിരിച്ചു കഴിഞ്ഞ് ഇപ്പൊ ഇത് കൂട്ടുകറി അല്ലത്. ഇത് കൂട്ടുകറി. അപ്പൊ കൂട്ടുകറി വെച്ചു. അല്ല ഞാനിങ്ങനെ എടുത്താണ് പോവാ. കൂട്ടുകറി ക്യാബേജ് കുഴപ്പമില്ല നമ്മുടെ രീതിട്ടായി. അങ്ങനെ നമ്മുടെ നൈസ് ബ്രോ നമ്മുടെ സൈഡ് കറികളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കണേണ്. എവിടെ നീ ഒന്നും ചെയ്യാനല്ലേ? വെറുതെ ഇറങ്ങണ. ഈ ആജ് പപ്പടം പൊട്ടിച്ചു. ഇവിടെ എന്താണ് സാമ്പാറ രസം. ഓ എന്താണ് പുളി ഇഞ്ചിപ്പുളി അതെല്ലാം പൊട്ടിച്ചു തുടങ്ങി. അതായത് നമ്മുടെ റൈസ് ഇതേ ഇവിടെ ഇരിപ്പുണ്ട് പൊളിച്ച്. ഓ ബീറ്റ്റൂട്ട് തോരൻ. എന്താണ് പച്ചടി. ഇതിന്റെ പേരൊന്നും അവനോട് അടിച്ച് പൊളിക്കാണ്. അവൻ ഹാപ്പിയാണ്. എനിക്ക് ശരിക്കും ഹാപ്പി ഓണം ആർക്കാന്നറിയോ? അവനിക്കാണ്. എഡ്വേർഡിനാണ് ശരിക്കും ഹാപ്പി ഓണം. അങ്ങനെ കലാപരിപാടി അങ്ങനെ ഇപ്പൊ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാരും നല്ല പവറായിട്ട് എല്ലാരും വെച്ച് കുടൽ കത്തിരിക്കാന്നുള്ളേ ആണ്. വിശപ്പിന്റെ വിളി കാണാലോ. കമോൺ പപ്പടം പവർ പപ്പടം. ആഹാ പപ്പടം. അടുത്ത സാധനം എടുത്തോ. ഓ എല്ലാരും തിരക്കാണ്. പാൻ തിരക്കാണ്. ഇങ്ങാടും കിടന്ന് ഓടണം എല്ലാരും. ആ അവിയൽ. കമ്മോൺ അവിയലല്ലേ? എടാ കള്ള ഞാൻ കണ്ടടാ. പിടിച്ചടാ നിന്നെ പിടിച്ചടാ. സുബിത പാത്രോട് നടപ്പുണ്ട്. ഇതിനാന്നാവും. എന്താണ് സുബിത ഇതിനകത്ത് രാമോണെ? സാമ്പാർ. ചോറിടാനപ്പോ മെയിൻ സാധനം ചോറില്ല. ചോറിടാൻ പാത്രം ഇല്ലല്ലോ. സാമ്പാർ ഇതിനകത്ത് വെക്കടി. ഈ ചെറുതിൽ വെക്കുക. അതിനകത്ത് ചോറിടും. നശിപ്പിച്ച് പട്ടച്ചാര വെച്ച് കൊട്ടാര നശിപ്പിച്ച്. നമ്മുടെ ഓണപ്പൂക്കളത്തിന്റെ ഫൈനൽ ഔട്ട്. ഇവര് രാവിലെ 7:30 തുടങ്ങിയ പരിപാടി നടന്നിട്ടത്. ഇതൊക്കെ 7:30 ഒന്നാണ്. എന്താണ് പ്രശ്നം? എന്താ ചോറെടുക്കൂ. കമ്മോൺ. നമ്മുടെ ചോറ്
അവനവിടെ സാമ്പാർ സെറ്റാക്കി. അതെ, ഓൾമോസ്റ്റ് നമ്മുടെ ഇലകൾ നിറഞ്ഞിട്ടുണ്ട്, എല്ലാം സെറ്റാക്കി. നമ്മുടെ മറ്റേ മധുരക്കറി ഇല്ലേ അത് ഇല്ലേ? ആ മറ്റേ ആ പൈനാപ്പിൾ അല്ലെങ്കിൽ മുന്തിരിയൊക്കെയുള്ള ഒരു കറിയില്ലേ, അവനവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടാ. കഴിച്ചോ പരിപ്പ് പൈസ മാത്രല്ലേ ഉള്ളൂ, പരിപ്പ് പൈസ മാത്രല്ലേ ഉള്ളൂ. ഉബൈസേ ഹാപ്പി ആണോ? നമുക്ക് ഉബൈസ് കഴിക്കണല്ലേ? ഉബൈസ് കഴിച്ചിട്ടാ വന്നെന്ന് പറയുന്നുണ്ട്. ഒരു ഉരുള ട്രൈ ഇരി ഷെഫ് വന്നല്ല. അപ്പൊ അതെ പരിപ്പ് പായസമാണ് നമുക്ക് കിട്ടിയത്. ഇയാജ് ചോറ് വെള്ളത്തിൽ തുടങ്ങി നിക്കണത് ഇയാജിന് അനിയനാണ്. ഇയാജിനെ പോലെ തന്നെ എന്താ നാണോ? അതെ, ഇതാണ് വന്നേക്കണത്. ഭയങ്കര സംഭവം കറിയില്ല, കുറച്ച് കറികളേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല, പൊളിയാണ് അല്ലേ? ബൈസേ, ഓണത്തിന് എന്താ ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കണം എനിക്ക്? പറ, നീ പറഞ്ഞിട്ട് പോയാ മതി. അതെ, എന്നിട്ടാണ് ഓണം മൂഞ്ചാന്ന്. അപ്പൊ ഇലയൊക്കെ സെറ്റാറുണ്ട്. അപ്പൊ എല്ലാരും ഇരിക്കാൻ തുടങ്ങുമോ? ആണോ? എന്നോ ചോദിച്ചോ. അല്ല ശരിയാണ്, അവൻ പോണേ, അവൻ മുങ്ങാൻ നോക്കണ. അത് പറഞ്ഞപ്പോ വിട്ട്. അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. എല്ലാരും ഇരിക്കി ശ്യാം, കമോൺ. അവന്മാരോടെ ആ വരോ? ഇരിക്കി, ബാക്കി ആ കേട്ടു. നല്ല വിശപ്പുണ്ടെന്നേ, ഒരു ഇച്ചിരി കഴിക്കണമെന്നാ. ശരി, സുബിത ഒറ്റക്ക്, സുബിത ഫസ്റ്റ് കയറി ഇരുന്നിട്ടാ. അതെ, വലിയ ലോക്കി ഇരുന്ന് എന്നിട്ട് കഴിക്കാൻ പോണ ഒരു ഇച്ചിരി ചോറും. നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനും എല്ലാവരും വന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നൊരു ഓണമാണ്. അപ്പൊ തുടങ്ങണല്ലേ? തുടങ്ങിക്കോ. ആർപ്പോയ് ഇങ്ങേര് വീട്ടിൽ പോട്ടെ കഴിക്കണുള്ളൂ, ഇവിടുന്ന് കഴിക്കാനുള്ളത് ആഗ്രഹമുണ്ട്. പക്ഷെ വീട്ടില് കളയേണ്ടി വരും എന്നുള്ളതുകൊണ്ട് കഴിക്കാൻ വേണ്ടിട്ട് ഇവനാണെങ്കിൽ നല്ല വിശന്നേക്കാണ്. ഞാനും കഴിക്കാനിരുന്നു, ചെറുതായിട്ട് കഴിച്ചിട്ട് എന്തായാലും പോകുന്നുള്ളൂ, ബാക്കി വീട്ടിൽ പോയിട്ട്. അങ്ങനെ നമ്മുടെ ഓണ സെലിബ്രേഷന്റെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞ്. വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ ചെറിയ രീതിയിൽ നമ്മളുടെ രീതിയിലുള്ള വലിയ ആഘോഷമൊന്നും നമുക്കിപ്പോൾ അറിയാലോ, നമ്മുടെ വയനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ കാര്യത്തിലുള്ള ആഘോഷങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിൽ നമ്മൊന്ന് വളരെ കുറച്ച് ആൾക്കാർ വെച്ച് നടത്തിയൊരു സെലിബ്രേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ അടുത്ത വീഡിയോയിലും കാണാം. ബൈ.